അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഇതിന്റെ പുറകെയാണ്. അപ്പൊ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പൊ അത് നമ്മളൊക്കെ ആ ഒരു മനസ്സ് വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൽപ്പകഞ്ചേരിയുടെ ചരിത്രം ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാനുള്ളത് എന്താണോ നമ്മൾ ഈ കൂടിയിട്ടുള്ള സംഘത്തിന്റെ ദൗത്യം, അതിൽ മുഖ്യ പങ്കാളിയാകാൻ നിങ്ങളോടൊപ്പം അവസാന നിമിഷം വരെ ഞാനും ഉണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല. ആ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് പരീക്ഷ എഴുതി പാസ്സായിട്ട് കിട്ടിയതല്ല, ജനങ്ങളെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെപ്പോ വേണമെങ്കിലും ഇല്ലാതാവാം. അപ്പം അതുകൊണ്ടല്ല, ഞാനെന്ന വ്യക്തി എൻ്റെ ആയുസ്സും ആരോഗ്യം നശിക്കുന്നത് വരെ ഈ സംഘത്തോടൊപ്പം ഉണ്ടാവും. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പങ്കാളിയായിട്ട് നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ഉണ്ടാവും എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം നിങ്ങൾക്ക് തന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടാണ്. അപ്പം പഴയ കാലത്ത് തലച്ചുമടായി ഇഡ്ഡല അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ തലച്ചുമടായി വളഞ്ഞ വഴിയിലൂടെ പോയിരുന്നു. അങ്ങനെയാണ് വളവന്നൂർ എന്ന പേര് ആ പ്രദേശത്തിന് വന്നത് എന്നൊരു ചരിത്രമുണ്ട്. ആ കാർഷികത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ അഭിമാനമാണ്. അത് നെൽകൃഷിയായാലും നെൽകൃഷിയായാലും പിന്നെ ക്ഷീര കർഷകരായാലും ഇപ്പോഴും വളരെ നന്നായി അതവിടെ നടക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്നുള്ള വിവിധ ആനുകൂല്യങ്ങളും സബ്സിഡിയൊക്കെ അതിന് നൽകിക്കൊണ്ട് അതിനുള്ള പ്രോത്സാഹനവും നൽകി വരുന്നു. അതുപോലെ പിന്നെ ഈ ഇവിടെ അതിൻ്റെ പറഞ്ഞിട്ടുള്ളത് കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയും നമുക്കൊരു അവസരം ഉണ്ടാകുമ്പോൾ കൂടുതൽ ചരിത്രങ്ങൾ നമുക്ക് ഈ ഒരു കൂട്ടായ്മക്ക് വേണ്ടി ഒരുപാട് കാലങ്ങളായി നമ്മുടെയൊക്കെ കൂടെ എന്നും നിന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കെ സി അബ്ദുള്ള സാഹിബ്, അദ്ദേഹം 2010 മുതൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്ന് നമുക്ക് ചരിത്രത്തെക്കുറിച്ച് പഠിക്കണം, പഠനം നടത്തി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, എല്ലാവരും അത് കേട്ട് പഠിക്കണം, നമ്മുടെ തലമുറ അത് കേട്ട് വളരണം, ഇത് മാത്രം പറഞ്ഞിട്ടാണ് എന്നും പഞ്ചായത്തിലേക്ക് വരിക. അങ്ങനെയാണ് അന്ന് വികേന്ദ്രീകരണ വാരിക അച്ചടിച്ചു വന്നു. അതുമായി ഞങ്ങളൊക്കെ എൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്, എൻ്റെ ക്ഷേമാനുഷ്ഠാന ചെയർമാൻ എല്ലാവരും, നമ്മുടെ മുൻ മെമ്പർ ലക്ഷ്മിക്കുട്ടിയമ്മ അടക്കമുള്ള ആ കാലത്ത് അദ്ദേഹം വന്നിട്ട് ഈ വികേന്ദ്രീകരണം വാരിക ഒന്ന് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറയും. ഞങ്ങളൊക്കെയാണ് ഓരോ ഞങ്ങളെ വാർഡിലൊക്കെ ഇത് വിതരണം ചെയ്തത്. കാരണം അതിൽ നമ്മുടെ ചരിത്രങ്ങളും നമ്മുടെ പഞ്ചായത്തുകളിൽ ഓരോ വാർഡിൽ നടക്കുന്ന ഗ്രാമസഭ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്ന് അതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഓരോ ഘട്ടമായി അദ്ദേഹം നമ്മളെ വിളിച്ചു കൂട്ടി ഓരോ മീറ്റിംഗ്, നമ്മുടെ റിസാഖാജി അടക്കമുള്ള മുമ്പൻ സാഹിബൊക്കെ നമ്മുടെ മീറ്റിംഗ് ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി മീറ്റിംഗ് കൂടി ലാസ്റ്റ് ഏതാണ് ഇത്രയിടം വരെ എത്തി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ നമ്മുടെ പ്രസിഡന്റുമാരൊക്കെ പറഞ്ഞ പോലെ സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ പഠിച്ച് അന്ന് അത് പരീക്ഷയ്ക്ക് എഴുതി പാസ്സാകാൻ വേണ്ടി കാണാപ്പാഠം പഠിക്കലും എഴുതലും അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മളെ ചരിത്രം നമ്മുടെ മക്കൾക്ക് പഠിക്കേണ്ടി വരും. അതുപോലെ നമ്മളിപ്പോൾ ഒരു ചെടിയായാൽ ആ ചെടി എങ്ങനെ വന്നു, ഏത് കാലത്ത് വന്നു, ചെടിയല്ല അതുപോലെ ഒരു സ്കൂളായാൽ അല്ലെങ്കിൽ നമ്മുടെ തറവാട് തന്നെ ആയാലും നമുക്കൊരു ഇനീഷ്യൽ ഉണ്ടല്ലോ, ആ ഇനീഷ്യൽ ഇത് ഏത് തലമുറ മുതലേ നമ്മൾ ആ തലമുറക്കാരായി നമ്മുടെ നാട്ടിലുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പഞ്ചായത്തിലൊക്കെ 2-3 കുടുംബങ്ങൾ നമ്മുടെ കോൺകുടി സാഹിബൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് ചരിത്രം അറിയുന്നത് ഈ വേദിയിലിരിക്കുന്ന 3/4 പങ്കും ആളുകൾക്കും ഒരുപാട് ചരിത്രങ്ങൾ അറിയാം. നമുക്ക് വല്ലാതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ എല്ലാ കാര്യങ്ങൾ ഒരു നല്ലൊരു ഗ്രന്ഥമാക്കി മാറ്റി ഇനിയുള്ള തലമുറക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ അത് എത്തിച്ചു കൊടുക്കണം. അതാണ് നമുക്ക് ഇതിലുള്ള എല്ലാവരും പ്രയത്നിച്ചാൽ നമ്മൾ ഈ വേദിയിൽ സദസ്സിലിരിക്കുന്ന എന്നേക്കാൾ അധികം പഠിപ്പും വിദ്യാഭ്യാസം ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള നമ്മുടെ ചരിത്രം മാത്രം അറിയുന്ന ആളുകളാണ് ഇരിക്കുന്നത്. അപ്പം അവർ മുൻകൈയെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസിദ്ധപ്പെടുത്തുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെറുമുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ചരിത്ര അധ്യാപകരെയും അവിടുത്തെ കുട്ടികളെയും എല്ലാം വിളിച്ച് ഒരു ചരിത്ര സെമിനാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രസിഡന്റൊക്കെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചരിത്രം എഴുതി ഇപ്പോൾ ഫസ്റ്റൊക്കെ കിട്ടി. ഇപ്പോൾ നമ്മുടെ അടുത്ത് മോൻ്റെ വാങ്ങി പോയ കുട്ടി ഞാൻ പഠിച്ച സ്കൂളിൽ KHMH സാരഥി സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ എൻ്റെ നാട്ടുകാരടക്കം ഇതിലുണ്ട്. എന്നെ പഠിപ്പിച്ച ടീച്ചർ, ഭർത്താവ് വിശ്വനാഥൻ അടക്കമുള്ളവരെല്ലാവരും ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് എനിക്ക്
വാണിജ്യത്തിന്റെ ചരിത്രപരമായ വാണിജ്യം നിലനിന്നുകൊള്ളുന്ന ഇപ്പൊ അന്നത്തെ വ്യക്തിയിലൊക്കെ ഇപ്പൊ ആഗോളതലത്തിൽ ഭൗമസൂചികയിൽ ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്കിതൊക്കെ ഒരു ഗ്രന്ഥമാക്കി അടുത്ത തലമുറക്ക് നമ്മളൊക്കെ ഇനിയിപ്പോ വനിത പറഞ്ഞ പോലെ ഇത്രയുണ്ട്. അപ്പൊ അടുത്ത തലമുറക്ക് പകർന്നു നൽകാൻ വേണ്ടി നമ്മൾ നല്ല ഒരു ബുക്കാക്കി മാറ്റി അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്